തിരുവനന്തപുരം പാച്ചല്ലൂരിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നു. 2 ആഴ്ചയായിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർച്ചയായി വെള്ളം ഒഴുകുന്നതിനാൽ കൽപ്പടക്കല്ല് വേങ്കര റോഡിന്റെ ഒരു ഭാഗം തകർന്നു. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, എന്തുകൊണ്ടാണ് അധികൃതർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്, ഒന്നും ചെയ്യാത്തത്? ലക്ഷ്മി, കഴിഞ്ഞ 2 ആഴ്ചയായി പാച്ചല്ലൂർ കൽപ്പടക്കല്ല് ഭാഗത്തുള്ള നിവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. ഏകദേശം 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായിട്ടുള്ള നിലപാടുണ്ടാകുന്നത്. ചെറിയ രീതിയിലാണ് വെള്ളം പോകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുവരെയും വാട്ടർ അതോറിറ്റി അധികൃതർ ഇതിൽ ഇടപെടാതെയിരിക്കുന്നത്. പക്ഷേ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നത് കൂടാതെ ഇപ്പോൾ ആ ഭാഗത്തുള്ള റോഡ് പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഈ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗത്ത് ഇപ്പോൾ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കൂടി പോയ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞതായും ഈ ഗർത്തത്തിൽ നാട്ടുകാർ പരാതിപ്പെടുന്നു. അതുകൂടാതെ തന്നെ കാലങ്ങളായി നവീകരണമില്ലാത്ത ഈ റോഡിൽ മുഴുവനായി വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. മഴ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നത് നാട്ടുകാരെ വലിയ രീതിയിലാണ് വലച്ചിരിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധത്തിലേക്ക് കടക്കാനുമാണ് ഇപ്പോൾ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി ഈ വിഷയത്തിൽ ഇതുവരെയും വാട്ടർ അതോറിറ്റി അധികൃതർ മറുപടി പറഞ്ഞിട്ടില്ല. ലക്ഷ്മി. ഹാൻസ് ജോൺ, തിരുവനന്തപുരത്താണ്.